സ്വഹാബികൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ചെറിയ പാപങ്ങളെ കണ്ടിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഒരു ഹെഡിങ് പോലും ബാബു മാ യുത്തഖാ മിൻ മുഹഖറാത്തി ദുനൂബ്, മുഹഖറാത്തു ദുനൂബുകൾ അഥവാ ചെറിയ പരിഗണിക്കപ്പെടാത്ത പാപങ്ങളെ ശ്രദ്ധിക്കുന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യായം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗല് അവിടെ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഅർ. മുടിയേക്കാൾ നിസ്സാരമാണ് നമ്മുടെ തലമുടി. അതെത്ര ചെറിയതാണ്, നേരിയതാണ്, അതിനേക്കാൾ ചെറുതാണ് എന്നുള്ള അങ്ങനെ നിങ്ങൾ കരുതുന്ന അമലുകൾ. ഇൻ കുന്നാ നഉദ്ദുഹാ അലാ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മൂബിഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കെ ഞങ്ങളതിനെ വൻ പാപങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് അത് തലമുടിയുടെ അത്രയും ചെറുതാണ്. പക്ഷേ നബിയുടെ, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നബിയുടെ സാന്നിധ്യത്തിൽ ഏത് ചെറിയ തിന്മകളെയും ഗൗരവമുള്ളതായി അവർ കണ്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഒരു തലമുറ വന്നപ്പോൾ അവർ വലിയ വലിയ കാര്യങ്ങൾ വരെ അത്രയും നിസ്സാരമായ വിഷയങ്ങളാക്കി അവർ തള്ളിക്കളയുകയാണ്. ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗലായി ഉദ്ധരിക്കുന്നു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ ഏതൊരു ചെറിയ തെറ്റിനെയും കാണുന്നത് ഒരു വലിയ പർവ്വതം തൻ്റെ തലയിലേക്ക് വീഴാൻ പോകുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആൾ പേടിക്കുന്നത് പോലെ ഒരു മുസ്ലിം എപ്പോഴും എത്ര ചെറിയ തെറ്റിനെയും പേടിയോടുകൂടി കാണും. എന്നാൽ വ ഇന്നൽ ഫാജിറ, ഒരു മോശക്കാരൻ, യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അൻഫിഹി ഖാല ബിഹി ഹകദാ ഫതാർ. എന്നാൽ ഒരു ഫാജിറായ മനുഷ്യൻ തിന്മകളെ കാണുന്നത് തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വന്നിരുന്ന ഈച്ചയെപ്പോലെ. അതൊന്ന് കൈകൊണ്ടാട്ടിയാൽ അതങ്ങ് പറന്നു പോകില്ലേ? ഒരു ഈച്ച വന്നിരിക്കുന്നതിന് ആരെങ്കിലും ഒരു വലിയ ഗൗരവമുള്ള വിഷയമായി കാണൂല. ഈച്ചയിൽ നിന്ന് ആരെങ്കിലും ഓടാറുണ്ടോ? ഇല്ല. കാരണം ഈച്ച വന്നാൽ അത് കൈകൊണ്ടൊന്ന് തട്ടി അതങ്ങ് പറന്നു പോവും. അത്രയേ ഫാജിറിന് പാപങ്ങളുള്ളൂ. അവൻ നിസ്സാരമായി കരുതുന്നു. എന്നാൽ ഒരു മുസ്ലിം തിന്മകളെ ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് പോലെയാണ് കാണുക. മഹാനായ സ്വഹാബി സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഹുജുറാത്തിൽ ആയത്തിറങ്ങിയില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദം നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ, നബിയോട് നിങ്ങൾ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അന വല്ലാഹ് അല്ലദീ കുൻതു അർഫഉ സൗതി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം കൂടുതലാണ്. അത് പ്രകൃതിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടുതലാണ്. എന്നിട്ടും അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഉയരാറുണ്ട്. വഅന അഖ്ശാ അൻ യകൂന അല്ലാഹു ഖദ് ഗളിബ അലൈഹി, എൻ്റെ റബ്ബ് എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ആയത്തൊരു പക്ഷേ എൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. അദ്ദേഹം ഖദ് ഹസിന, അങ്ങേയറ്റം ദുഃഖിതനായത് മാത്രമല്ല പള്ളിയിലേക്ക് വന്നില്ല എന്നാണ്, വീട്ടിൽ അടച്ചിരുന്നു എന്നാണ്. ഡോറ് ലോക്ക് ചെയ്ത് കളഞ്ഞു, പുറത്തു പോകുന്നത് പേടിച്ചിട്ട്. കാരണം പള്ളിയിലേക്ക് പോകും, എത്തിയാലോ ഞാൻ എന്തെങ്കിലും സംസാരിക്കും, സംസാരിച്ചാലോ നബിയുടെ ശബ്ദത്തേക്കാൾ ഉയർന്നു പോകും. അതിൽ പറയുന്നത് അൻ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകും. എന്ത് ശിർക്ക് ചെയ്താലെന്നല്ല പറഞ്ഞത്, നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമൊന്ന് ഉയർന്നാൽ അമല് ബാത്തിലായി പോകും. അദ്ദേഹം ഭയപ്പെട്ടില്ലേ? പള്ളിയിൽ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സാബിത്ത് ബിൻ ഖൈസ് എവിടെ റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തെ കുറച്ച് ദിവസമായല്ലോ പള്ളിയിലേക്ക് കാണുന്നില്ല. സഹാബികൾ വിവരം പറഞ്ഞു, നബിയെ ഇങ്ങനെ പേടിച്ചിട്ട് വീട്ടിലിരിക്കുകയാണ്, അദ്ദേഹം നരകത്തിൻ്റെ ആളാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. എന്താ നബിയുടെ മറുപടി? ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൻ്റെ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അദ്ദേഹം സ്വർഗക്കാരനാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന റാവി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫകുന്നാ നറാഹു യംശി ബൈന അദ്ഹുരിനാ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, പിന്നെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ ഒരാൾ നടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാമായിരുന്നു എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, സാബിത്ത് ബിൻ ഖൈസ് സ്വർഗക്കാരനാണ്. അപ്പോൾ സ്വർഗത്ത് പോകുന്ന ഒരാളെ ഭൂമിയിൽ വെച്ച് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നോക്കിയിരുന്നു അദ്ദേഹത്തെ എന്ന്. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആയത്തിൻ്റെ പോയിന്റിലുണ്ട്, അല്ലെങ്കിൽ ഈ സ്വഹാബിയുടെ പോയിന്റിലുണ്ട്. ഈ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ശബ്ദം പ്രകൃത്യാ തന്നെ ഉയർന്നതാണ്. അദ്ദേഹത്തിന് ന്യായം പറയാം, അദ്ദേഹം ന്യായം പറയാൻ നിന്നില്ല. മറിച്ച്
അദ്ദേഹത്തിന് അതൊരു വലിയ ഗൗരവമുള്ള വിഷയമായി. നരകത്ത് പോകുന്നു പേടിച്ചു, സ്വർഗം കിട്ടൂല എന്ന് ഭയപ്പെട്ടു. ഈ ഭയപ്പാട് അഥവാ തിന്മകളോട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ പേടി നമ്മെ സ്വർഗാവകാശികളാക്കും. ഈ പേടിയില്ലായ്മ ശരിക്ക് മനസ്സിലാക്കുക. അതൊരു വിഷയമായി കരുതാത്ത മാനസികാവസ്ഥയാണ് റബ്ബിന് ദേഷ്യം. ശ്രദ്ധിക്കുക, ആ തെറ്റല്ല, ആ തെറ്റിനോട് നമുക്ക് ഗൗരവം തോന്നാത്ത അവസ്ഥ, ഖുശൂ ഇല്ലാത്ത അവസ്ഥ, തഖ്വയില്ലാത്ത അവസ്ഥ, ഖൗഫില്ലാത്ത അവസ്ഥ, അതാണ് ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തി, വലാ യസാലു അശ്ശൈത്താനു യുസഹിലു അലൈഹി അംറ സഗായിർ. ഷെയ്ത്താൻ എന്ത് ചെയ്യും? മനുഷ്യനെ ചെറിയ തെറ്റുകളൊക്കെ എളുപ്പമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. ഇന്ന് വലിയ വിഷയമല്ല എന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. ഹത്താ യസ്തഹീന ബിഹ. അങ്ങനെ ആ വ്യക്തിയും പിന്നെ ആ തെറ്റിന് ഗൗരവം കാണൂല. എന്നാൽ ഫയകൂനു സാഹിബുൽ കബീറ, വൻ പാപം ചെയ്യുന്ന ആളുകൾ, അൽ ഖായിഫു മിൻഹ, അതിനെക്കുറിച്ച് പേടിച്ച് കഴിയുന്ന ആൾ, അഹ്സന ഹാലം മിൻഹു, ഈ വ്യക്തിയേക്കാൾ നല്ല ഹാലാണ്. കാരണം ഹറാമ് ചെയ്യുന്ന, വൻപാപം ചെയ്യുന്ന ആളെപ്പോഴും പേടിച്ചിട്ടായിരിക്കും, തൗബയിലായിരിക്കും, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. ആ വ്യക്തിക്കാണ് കൂടുതൽ അഹ്സനായ ഹാല്. എന്നാൽ ചില ആളുകളെ പിശാച് എന്ത് ചെയ്തിരിക്കുന്നു? വഞ്ചിച്ചിരിക്കുന്നു. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബിഖദ്രി മാ യസ്ഗറു ദംബു ഇൻദക യഅ്ളുമു ഇൻദല്ലാഹ്. ഒരു തെറ്റ് നിൻ്റെ അടുക്കൽ നിസ്സാരമാവുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ഗൗരവം കൂടും. വബിഖദ്രി മാ യഅ്ളുമു ഇൻദക യസ്ഗറു ഇൻദല്ലാഹ്. നീ അതിനെ ഗൗരവം കാണുന്ന കാലത്തോളം അള്ളാഹു അതിനെ നിസ്സാരമായി പരിഗണിക്കും. അപാര വാക്കാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളെക്കുറിച്ചും ഉലമാക്കൾ പറയുന്നത് സ്വർണ്ണലിപികളിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണെന്ന്. അദ്ദേഹം ഒരു തെറ്റുകൾ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സൂറത്തുൽ ഹദീദിലെ അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ എന്ന ആയത്ത് മറ്റൊരാൾ ഒരു വീട്ടിലേക്കൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ആ വീട്ടിലുള്ള ആൾ ഓതുന്നത് കേട്ടതാണ്. അദ്ദേഹം ഓതിയത് പോലുമല്ല. പക്ഷെ നാം ഈ ആയത്തുകളും സമാനമായ ആയത്തുകളും ഒരുപാട് ഓതി, നമ്മിൽ പലപ്പോഴും മാറ്റമുണ്ടാകുന്നില്ല. എന്നാൽ മറ്റൊരാൾ നമസ്കരിക്കുമ്പോൾ ഓതിയ, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കാൻ സമയമായില്ലേ ഇനിയും എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു. പിന്നീട് ഇൽമ് തേടിയുള്ള യാത്രയായിരുന്നു. മോഷ്ടിക്കാനും മറ്റും യാത്ര ചെയ്ത വ്യക്തി പിന്നീട് അറിവ് തേടി അന്വേഷിച്ച് നടന്നു, വലിയ പണ്ഡിതനായി. പിന്നീട് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതി വെക്കേണ്ടെന്ന അത്രയും മനോഹരമായ വാക്കുകൾ പറഞ്ഞ ഉമ്മത്തിലെ വലിയ പണ്ഡിതനായി ഫുദൈൽ ഇബ്നു ഇയാദ് മാറി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഒരു തെറ്റ് നിൻ്റെ അടുക്കൽ ഗൗരവം കുറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് ഗൗരവം കൂടും. നിൻ്റെ അടുക്കൽ ഗൗരവം കൂടിയാൽ റബ്ബിൻ്റെ അടുക്കൽ അതിൻ്റെ ഗൗരവം കുറയും. അതാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു താൻ ചെയ്യുന്നത് എന്തോ ഒരു തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നി വീട്ടിലിരുന്നപ്പോൾ, നരകക്കാരനായി പോകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ അള്ളാഹു എങ്ങനെയാണ് അതിന് പ്രതിഫലം കൊടുത്തത്? ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പേടിയെ കബൂൽ ചെയ്തു. റബ്ബ പേടിയെ സ്വീകരിച്ചു. ആ സഹാബിക്ക് കറാമത്ത് നൽകി. ജീവിച്ചിരിക്കെ മറ്റുള്ളവർക്ക് നോക്കുമാർ സ്വർഗത്തിൻ്റെ ആളതാന്ന് പറയാൻ മാത്രം വഹയിലൂടെ അദ്ദേഹം സ്വർഗത്തിൻ്റെ ആളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ തൻളുർ ഇലാ സിഗരിൽ ഖതിയ, പാപത്തിൻ്റെ ചെറുപ്പമല്ല നോക്കേണ്ടത്, വലാകിൻ ഉൻളുർ ഇലാ മൻ ആസൈത്, നീ അനുസരണക്കേട് കാണിക്കുന്നത് ആരോടാണ് അതാ പരിഗണിക്കേണ്ടത്. ചെയ്യുന്ന തെറ്റ് വലുതോ ചെറുതോ എന്നല്ല, ആരുടെ വാക്കിനെയാണ് ധിക്കരിക്കുന്നത് എന്നതാണ് പരിഗണനീയം. മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, അസീസായ റബ്ബ്, കഠിനമായി ശിക്ഷിക്കുന്നവനായ റബ്ബ്, അങ്ങനെയെല്ലാമുള്ള റബ്ബിനെക്കുറിച്ചുള്ള ഖദർ നിൻ്റെ മനസ്സിൽ കുറയുമ്പോഴാണ് നിനക്ക് തെറ്റുകൾ ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് നീ ആരോടാണ് മഅസിയത്ത് കാണിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം.